തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി ആവർത്തിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പോസ്റ്റിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാനായില്ല. നേരത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടും ഉചിതമായ ഇടപെടൽ ഉണ്ടായില്ല എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു. അത് ഇത് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ആയ കാലം മുതൽ ഞാൻ ഗവൺമെൻറ്റിനെയും പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണതെല്ലാം. ഇവരൊക്കെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഇതിനകത്ത് ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത്. പിൻവലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CPM-ൻ്റെ ഒരു നേതാവാണ് കരമന ഹരി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ മിനിസ്റ്ററുടെ PS ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വന്നാൽ ആ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, വിശദമായ വാർത്താസമ്മേളനം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്പസമയത്തിന് മുൻപ് നടത്തിയത്. അതിൽ താൻ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ നിലപാടുകളിൽ, ആ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. എന്തു തന്നെ നടപടി വന്നാലും സ്വീകരിക്കും. തനിക്ക് ഈ ജോലി തന്നെ മടുത്ത അവസ്ഥയാണ്. അതിവൈകാരികമായി തന്നെയാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിലും സംസാരിച്ചത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം, എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ചെയ്യുന്നത്. ആ പോസ്റ്റ് പിൻവലിച്ചത് തന്നോട് ചില ആളുകൾ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആൾ PS വിളിച്ചിരുന്നു, ഈ പോസ്റ്റ് പിൻവലിക്കണം, കാരണം ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പരാതികൾ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പിന്മേലാണ് പോസ്റ്റ് പിൻവലിച്ചത്. പക്ഷേ ഈ പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്നലെ ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നു. ആ മുടങ്ങിയത് നേരത്തെ DME പറഞ്ഞത് 4 സർജറിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണവും നടന്നു, 1 എണ്ണം മാത്രമാണ് മുടങ്ങിയെന്നാണ് DME പറയുന്നത്. പക്ഷെ അവിടെ മുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ മുടങ്ങിയത് ഉപകരണത്തിന്റെ കേടുപാടുകൾ മൂലമാണ്. ഇത് 3 മാസം മുൻപേ തന്നെ ഇത്തരത്തിൽ ഈ ഉപകരണത്തിന്റെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ഓഫീസിനെ അടക്കം അറിയിച്ചതാണ്. നേരത്തെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ, ഉപകരണങ്ങളുടെ അപര്യാപ്തതയുണ്ട്, അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സൂപ്രണ്ടിന് പരാതി നൽകി. അതോടൊപ്പം തന്നെ DME കണ്ടു, മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെ കൃത്യമായ ഇടങ്ങളിലെല്ലാം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ നടപടികൾ ഉണ്ടായില്ല. ആളുകൾ, പ്രത്യേകിച്ച് ഇന്നലെ സർജറി മുടങ്ങിയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരൻ ദേഷ്യപ്പെട്ടു, തന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടങ്ങുന്നത് ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അതിന്റെ പേരിലാണ് താൻ അവധിയെടുക്കുകയും പിന്നീട് ഈ പോസ്റ്റിലേക്ക് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തയ്യാറെന്ന് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. എന്തായാലും DME ഇക്കാര്യങ്ങൾ, ഈ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും, ഡോക്ടർ ഹാരിസിന്റെ എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ ഡോക്ടർ പറയുന്നത് DME വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളല്ല, തന്റെ ആരോപണങ്ങൾ മാത്രമല്ല, അവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് വൈറ്റ് വാഷ് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു നടപടി താൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് DME നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ആ നടപടി ഉണ്ടാകട്ടെ, അല്ലെങ്കിലും തൻ സർവീസ് മടുത്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും അത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഈ സംവിധാനത്തെ ആകെ നാണം കെടുത്താനാണ് ഈ പോസ്റ്റ് എന്നാണ് നേരത്തെ DME പറഞ്ഞത്. ഇതിൽ ഈ ഉപകരണങ്ങൾ അപര്യാപ്തത മൂലം ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായ മറ്റെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിൽ പരം നാണക്കേടില്ല. അതാണ് നാണക്കേട്, അതാണ് പരിഹരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല CPM-ന്റെ തിരുവനന്തപുരത്തെ നേതാവ് കരമന ഹരി അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹവും ഫോണിൽ സംസാരിച്ച് ഈ പോസ്റ്റ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് ഉൾപ്പെടെ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ 2 പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തെങ്കിലും 3ാമതായി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ വരി ഇങ്ങനെയാണ്: താൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല, രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നൊരു വരിയാണ് ഉണ്ടായിരുന്നത്. അതൊരു ആശങ്കപ്പെടുന്ന വരി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് പോലീസ് വരികയും, പ്രത്യേകിച്ച് ഫോൺ അദ്ദേഹത്തിന്റെ സ്വിച്ച് ഓഫ് ആയിരുന്നു. മറ്റ് സഹപ്രവർത്തകർ, ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തെ കിട്ടിയില്ല. പിന്നീടാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് ഇവിടേക്ക് എത്തി അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഈ പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ ഉറച്ചു നിൽക്കുകയാണ്. അത് പരിഹരിക്കപ്പെടണമെന്നാണ് ആവർത്തിച്ച് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നത്. പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതിലൊന്നാണ് എല്ലാ കാര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിന് അറിയാം. 8 മാസങ്ങൾക്ക് മുൻപേ മന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ള ആളുകളോട് നിരന്തരം താൻ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ അതിലൊന്നും നടപടി ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ അദ്ദേഹം ഇപ്പോൾ വീണ്ടും പറഞ്ഞത്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പോസ്റ്റ് വന്നതിന് ശേഷം മന്ത്രിയുടെ ഓഫീസ് അടക്കം വിളിച്ചു ഈ പോസ്റ്റ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അർത്ഥം ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി അത് ചർച്ചയായി വാർത്തയായി വരുമ്പോൾ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനും സർക്കാരിനും വലിയ നാണക്കേട്. ഇപ്പോൾ തന്നെ ആ വലിയ നാണക്കേടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെ വന്ന തൻ്റെ അവിടെ മെഡിക്കൽ കോളേജ് ഇത്തരത്തിൽ ഉപകരണങ്ങളില്ല, അത് കൃത്യമായി അറിയിച്ചിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല, അതിന്റെ ഫണ്ട് പാസ്സാക്കുന്നില്ല, ആ ഉപകരണങ്ങൾ വാങ്ങാത്തത് കൊണ്ട് ഈ സർജറി അവിടെ മുടങ്ങുന്ന സാഹചര്യമാണ്. ഇതൊക്കെ തന്നെയും സർക്കാരിനും വകുപ്പിനും വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടുകൂടി. അതുതന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചതാണ്. കാരണം ഇന്നലെ മുടങ്ങിയത് ഒരു സർജറിയാണ് എന്നാണ് DME പറയുന്നത്. അദ്ദേഹം അത് ചിലപ്പോൾ ഒന്നായിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുടങ്ങിയിട്ടുണ്ട്. ആ മുടങ്ങിയത് ഈ ഒരു ഉപകരണത്തിന്റെ കേടുപാട് മൂലമാണ്. ഈ കേടുപാട് താൻ 3 മാസം മുമ്പേ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊന്നും ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ല പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ വകുപ്പ് മേധാവി തന്നെ അവിടുത്തെ സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്, DME അറിയിച്ചിട്ടുണ്ട്, മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോട്ട് പോക്ക് ഉണ്ടായില്ല. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പുതിയതായി സംഭവിച്ചതല്ല. നേരത്തെ തന്നെ ഈ മന്ത്രിയുടെ ഓഫീസ് അടക്കം അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രസക്തമായി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ തന്നെ അത് പിൻവലിക്കാൻ, അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതും. എന്തായാലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് പ്രത്യേകിച്ച് അവിടെ രോഗികൾ HDSലേക്ക് പണം അടയ്ക്കുന്നുണ്ട്. അത് പിന്നീട് വരുന്ന രോഗികൾക്ക് എങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് അത്തരത്തിൽ പണം അടയ്ക്കാൻ താൻ ആവശ്യപ്പെടുന്നത്. അത് കൈക്കൂലിയായിട്ടല്ല, താൻ ഇതുവരെ കൈക്കൂലി വാങ്ങാത്ത ആളാണെന്ന് അദ്ദേഹം പറയുക മാത്രമല്ല അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലും അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒരാളോടും പണം വാങ്ങാത്ത ആളാണ് താൻ. അതുകൊണ്ട് തന്നെ വരുന്ന രോഗികൾക്ക്, ഇതിന് ശേഷം വരുന്ന രോഗികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ആ രോഗികളോട് അങ്ങനെ HDSലേക്ക് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഈ ഒരു സംവിധാനത്തെ കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ ഒരു പരാതിക്ക് ഇടയില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ് തന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിൽ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച വൃക്ക കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റുവാങ്ങാൻ ആളില്ലാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ കറ പോലും അവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. അത് പരിഹരിക്കാനാണ് താനടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ ഒരു കുറവ്, അവിടുത്തെ കേടുപാടുകൾ, തകരാറുകൾ, ഇതൊക്കെ വലിയ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി എന്ന് ആവർത്തിച്ച് ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരത്തെ മാധ്യമങ്ങളോടും പറഞ്ഞത്. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ, ആ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസിന് എല്ലാ കാര്യങ്ങളും അറിയാം, തന്റെ മേലുദ്യോഗസ്ഥർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോടും പങ്കുവച്ചത്.